ഇന്നലെ ബുധനാഴ്ച നമ്മുടെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് നടന്ന ഒരു നീക്കം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിരുന്നു. നമ്മുടെ പാർലമെന്റുകൾ, രണ്ടു സഭകൾ, രാജ്യസഭയും ലോക്സഭയും, അതുപോലെ നിയമസഭയും വിധാനസഭകളും വിധാന പരിഷത്തുകളും ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനമായ ചില ചട്ടങ്ങളും നടപടിക്രമങ്ങളും നിയമങ്ങളും കീഴ്വഴക്കങ്ങളും പാരമ്പര്യങ്ങളുമുണ്ട്. അതിനെയെല്ലാം പാടെ നിഷേധിക്കുന്ന തരത്തിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധിക്കെതിരെ ചില നടപടികൾ ചെയറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിനെ തുടർന്നുണ്ടായ ചില അനന്തര നടപടികൾ അതാവട്ടെ അങ്ങേയറ്റം ദുരുപദിഷ്ടവും അശ്ലീലവും നികൃഷ്ടവുമായി മാറിയെന്ന് പറയാതെ വയ്യ. ഇന്നലെ ശൂന്യവേളയുടെ അവസാനമായിരുന്നു ഈ സംഭവ വികാസങ്ങൾ നടന്നത്. പാർലമെന്റിൽ ശൂന്യവേള എന്ന് പറയുന്നത് 11 മുതൽ 12 വരെയാണ്. നിയമസഭയിൽ അത് 8:30 മുതൽ 9:30 വരെയാണ്. അപ്പൊ ഈ 11 മണി ആകാറായപ്പോഴാണ്, അതായത് ശൂന്യവേള അവസാനിക്കുന്ന സമയത്താണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിലേക്ക് വരുന്നത്. അപ്പോൾ ശൂന്യവേള തീരാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് നമ്മുടെ സ്പീക്കർ ഓം ബിർള എഴുന്നേറ്റിട്ട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വളരെ ശക്തമായ ഭാഷയിലുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നത്. അതിനവിടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കടന്നു വന്നതേ ഉള്ളൂ. അദ്ദേഹം സഭയിൽ അക്ഷരം വേണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു ബഹളമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവവികാസങ്ങളോട് ഉണ്ടായിട്ടില്ല. ഇതൊന്നും കൂടാതെ, യാതൊരു പ്രകോപനവും കൂടാതെ നമ്മുടെ സ്പീക്കർ എഴുന്നേറ്റിട്ട് രാഹുൽ ഗാന്ധിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒപ്പം അംഗങ്ങൾക്ക് പൊതുവെ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരു സ്റ്റഡി ക്ലാസ് പോലെ. അതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭാ ചട്ടങ്ങൾ അനുസരിച്ച് സഭയുടെ അന്തസ്സും ആഭിജാത്യവും ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ വേണം പെരുമാറേണ്ടത്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. അത് അംഗങ്ങൾക്കും ബാധകമാണ്. സഭയുടെ അന്തസ്സ്, സഭയുടെ പരമാധികാരം, അതിൻ്റെ ഒരു ആഭിജാത്യം, അതൊക്കെയുണ്ട്. അതനുസരിച്ച് വേണം അംഗങ്ങൾ പെരുമാറേണ്ടത്. അംഗങ്ങൾ അങ്ങനെ പെരുമാറണമെന്ന് സ്പീക്കർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ വേണം പെരുമാറാൻ. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ബെഞ്ചുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷ ബെഞ്ചുകളെ അപ്പാടെ ഞെട്ടിപ്പോയി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം ഉണ്ടാവുന്നത്? സാധാരണഗതിയിൽ അങ്ങനെ ഒരു റൂളിങ്ങോ അല്ലെങ്കിൽ ഒരു പരാമർശമോ സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിന് വിധേയരായ ആളുകൾക്ക് എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ ഒരു വിശദീകരണം കൊടുക്കാനോ ഉള്ള അവകാശമുണ്ട്. എല്ലാ അവകാശവും, എല്ലാ അധികാരങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ജനാധിപത്യ രീതി അനുസരിച്ച്, അത് നിയമസഭകളിലായാലും പാർലമെന്റിലായാലും എഴുന്നേറ്റ് നിന്നാൽ മൈക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സംശയം ചോദിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റാൽ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കാറുണ്ട്, അവസരം കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് നമ്മുടെ പാർലമെന്റിലും നിയമസഭകളിലൊക്കെ ഇതുവരെ പുലർന്നിരുന്ന ചില ജനാധിപത്യ മര്യാദകളും കീഴ്വഴക്കങ്ങളും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? രാഹുൽ ഗാന്ധി എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വ്യക്തമായ ഒരു പരാമർശം, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു നിരീക്ഷണം പോലെ വന്നിരിക്കുകയാണ് സഭയുടെ മുമ്പില്, സഭയുടെ രേഖകളിൽ. അപ്പൊ അതിന് വിശദീകരണം പറയാനായിട്ട് അദ്ദേഹം എഴുന്നേൽക്കുമ്പോഴേക്കും സ്പീക്കർ ഓം ബിർള സഭ 1 മണിക്കൂർ നേരത്തേക്ക് നിർത്തിവെച്ചിട്ട് സ്ഥലം വിടുകയാണ് ഉണ്ടായത്. അപ്പോഴും ഈ പരാമർശങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. സ്പീക്കറുടെ റൂളിംഗ് ഏതാണ്ട് ഈ വിധത്തിലായിരുന്നു: ഈ സഭയില് അച്ഛനും മകളുമുണ്ട്, അമ്മയും മകളുമുണ്ട്, സഹോദരനും സഹോദരിയുമുണ്ട്, അതുപോലെ ഭർത്താവും ഭാര്യയുമുണ്ട്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റില്, ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് രാഹുൽ ഗാന്ധി സഭയുടെ അന്തസ്സും ആഭിജാത്യവും അല്ലെങ്കിൽ ചട്ടങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ പെരുമാറണം. ചേടാ, ഇവിടെ അച്ഛനും മകളും ഒന്നിച്ചിരിക്കുന്ന ഒരു സഭയിൽ, ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരിക്കുന്ന സഭയിൽ, അമ്മയും മകളും ഒരേപോലെ അംഗങ്ങളായിരിക്കുന്ന ഈ സഭയിൽ എന്താണ് അതിന് വിരുദ്ധമായിട്ട് എന്ത് പെരുമാറ്റ ദൂഷ്യമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? ഇത് ചെറിയൊരു പരാമർശമല്ല, ചെറിയൊരു കുറ്റപ്പെടുത്തലല്ല. എഴുന്നേറ്റ് ഒച്ച വെച്ചു, ബഹളം വെച്ചു, സ്പീക്കർ പറയുന്നത് കേൾക്കുന്നില്ല. അത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ പ്രതിപക്ഷത്തു നിന്ന് ഉണ്ടാവുമ്പോൾ ഇത് ശരിയല്ല, നിങ്ങൾ ചട്ടവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ചട്ടങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞ് അവരെ ഇരുത്താൻ സ്പീക്കർക്ക് അധികാരമുണ്ട്. പക്ഷെ ഇത് അദ്ദേഹം പറഞ്ഞ ഈ കോണ്ടെക്സ്റ്റ്, അച്ഛനും മകളും സഹോദരനും സഹോദരിയും ഭർത്താവും ഭാര്യയും അമ്മയും മകളും ഒക്കെ ഉള്ള സഭയില് അദ്ദേഹം എന്താണ് ചെയ്തത്? എന്ത് പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഇതിന് വിരുദ്ധമായിട്ടുണ്ടായത്?
ആർക്കും മനസ്സിലായില്ല, ആർക്കും അറിയില്ല. അതൊന്നും വിശദീകരിക്കാൻ തയ്യാറാവാതെയാണ് സ്പീക്കർ സ്ഥലം വിട്ടുപോയത്. അതിനുശേഷം 70ഓളം കോൺഗ്രസ് MP-മാര് അവരുടെ ഉപനേതാവ് ഗൗരവ് ഗൊഗോയിയുടെയും AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും നേതൃത്വത്തിൽ സ്പീക്കറെ പോയി കണ്ടു. പക്ഷെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും നൽകാനുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം നൽകിയില്ല. അദ്ദേഹത്തിന് ഉണ്ടാവും, പക്ഷേ നൽകിയില്ല. പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾക്കൊന്നും യാതൊരു മറുപടിയും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു റൂളിങ്ങോ അല്ലെങ്കിൽ പരാമർശമോ വന്നത് എന്നത് സംബന്ധിച്ച് സ്പീക്കറുടെ ഓഫീസോ അല്ലെങ്കിൽ ലോക്സഭയുടെ സെക്രട്ടേറിയറ്റോ യാതൊരു തരത്തിലുള്ള വിശദീകരണവും നൽകിയുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാവിന് പ്രത്യേക ചില അധികാരങ്ങൾ ഉള്ളതാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നതാണ് രീതി. അതൊക്കെ പണ്ടൊക്കെ പുലർന്നു പോകുന്നതിലുള്ള കാര്യങ്ങളാണ്. ആദ്യ പാർലമെന്റില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അന്ന് CPI ആണ്, പിളർന്നിട്ടില്ല. ആ പാർട്ടിയാണ് പ്രധാന പ്രതിപക്ഷം, യഥാർത്ഥ പ്രതിപക്ഷമായിട്ടില്ല, അതിനാവശ്യമായ അംഗസംഖ്യ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും CPI-യെ പ്രധാന പ്രതിപക്ഷമായിട്ട് അന്ന് ഭരണപക്ഷം അംഗീകരിച്ചിരുന്നു. അന്നൊക്കെ AK ഗോപാലൻ, അദ്ദേഹമാണ് നേതാവ്. അദ്ദേഹം സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്ന് കേൾക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സഭയിൽ ഹാജരാകുമായിരുന്നു. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സഭയിലെ ഹാജരിനെ കുറിച്ചുള്ളൊരു വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ കിട്ടുമോ എന്നറിയില്ല. കിട്ടുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ വ്യത്യാസം. അതുപോലെ 57-ൽ തന്നെ അടൽ ബിഹാരി വാജ്പേയി പാർലമെന്റിൽ എത്തുന്നു, ലോക്സഭയിൽ എത്തുന്നു. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗ ചാതുരി, അദ്ദേഹത്തിന്റെ ഇടപെടലുകള്, ചോദ്യം ചോദിക്കുന്നതിലെ ബുദ്ധിപൂർവ്വത, ഇതൊക്കെ കണ്ടുകൊണ്ട് അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു വിദേശ പ്രതിനിധിയോട് പറഞ്ഞു, ഒരു വിദേശ നയതന്ത്ര പ്രതിനിധിയോട് പറഞ്ഞു, നോക്കൂ, ഈ ചെറുപ്പക്കാരൻ ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും. അങ്ങനെ പരസ്പരം അംഗീകരിക്കാനും പരസ്പരം ബഹുമാനിക്കാനും കഴിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ. പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ ബംഗ്ലാദേശ് വിമോചിപ്പിച്ചപ്പോ അടൽ ബിഹാരി വാജ്പേയി പാർലമെന്റിൽ പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ദുർഗയാണെന്ന. അവരൊക്കെ രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ സത്യമായിട്ട് പറയുന്നതിന് അവർക്കതൊന്നും ഒരു വിഘാതമായില്ല, ഒരു തടസ്സമായില്ല. ഇവിടിപ്പതാ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് എതിരെ ചില പരാമർശങ്ങൾ നടത്തിയിട്ട് സ്പീക്കർ ഒന്നും മിണ്ടാതെ പോയിരിക്കുക. അതിനുശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് സഭ നടത്തിക്കൊണ്ടു പോകുന്നതാണ്. അത് കുറെ ശരിയുമാണ്. കഴിഞ്ഞ 7-8 ദിവസമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകിയിട്ടില്ല. അദ്ദേഹം എവിടെ നിൽക്കുമ്പോഴെല്ലാം അനുമതി നിഷേധിക്കുകയാണ് പതിവ്. അദ്ദേഹം ഇന്നലത്തെ സംഭവത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വന്ന് നിശബ്ദനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പരാമർശം ഉണ്ടായത്. അത് എന്തിന്റെ പേരിലാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് എന്റെ പെരുമാറ്റത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം, അല്ലെ അത് വ്യക്തമാക്കിയിട്ടില്ല, ജനങ്ങളുടെ മുമ്പിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇതാണ് രാഹുൽ ഗാന്ധി അതേപ്പറ്റി പറഞ്ഞത്. സ്പീക്കർ ഓടിപ്പോയി, സഭയിൽ നിന്ന് ഓടിപ്പോയി എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. വൈകുന്നേരം BJP-യുടെ IT തലവൻ അമിത് മാളവ്യയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടപ്പോഴാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഈ നടപടിയുടെ അല്ലെങ്കിൽ ഈ നീക്കത്തിന്റെ അതിന്റെ പിന്നിലെ ഉള്ളുകള്ളി മനസ്സിലാക്കിയത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഈ വിധത്തിലായിരുന്നു. അതായത് ലോക്സഭയിലേക്ക് കടന്നു വരുമ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ കവിളത്ത് സ്നേഹപൂർവ്വം തട്ടുന്നു, ഒപ്പോൾ ഹസ്തദാനം നൽകുന്നു, കൈപിടിച്ചു കൊടുക്കുന്നു. അത് ഒരു വീഡിയോ. അതിനുശേഷം സ്പീക്കറുടെ ഈ പരാമർശത്തിന്റെ വീഡിയോ, അതായത് രാഹുൽ ഗാന്ധി അന്തസ്സായിട്ട് പ്രവർത്തിക്കണം, ചട്ടങ്ങൾ അനുസരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഈ വീഡിയോ. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? അപ്പോഴേക്കും നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റ ദൂഷ്യം നമുക്ക് മനസ്സിലായി. സ്വന്തം സഹോദരിയുടെ തോളിൽ തട്ടി അല്ലെങ്കിൽ കവിളത്ത് തട്ടി. അതാണ് അദ്ദേഹം ചെയ്ത വലിയൊരു അപരാധം. സ്വന്തം സഹോദരനും സഹോദരിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ ഇത്തരത്തിലുള്ള ചീഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നവരോട് നമുക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ സഹോദരിമാരും തമ്മിലുള്ള ബന്ധം, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം,
ഇതിനെയൊക്കെ നികൃഷ്ടമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ആളുകൾ തുടങ്ങിയാൽ, അതും രാഷ്ട്രീയത്തിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര്, രാജ്യത്തെ നിയന്ത്രിക്കുന്നവര് തുടങ്ങിയാൽ എന്തായിരിക്കും അതിന്റെ അനന്തരഫലം? എന്തൊരു വൃത്തികെട്ട മനസ്സാണ് ഇവന്മാരുടേതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇവര് രണ്ടുപേരും വെറും സാധാരണ സഹോദരി സഹോദരന്മാരാണെന്ന് കരുതരുത്. അവരുടെ ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാ. ഈ പറയുന്ന എന്നെപ്പോലെ എല്ലാവർക്കും അറിയാം. അവർക്കൊരു ബാല്യം കിട്ടിയിട്ടില്ല, കൂട്ടിലടച്ച ബാല്യമായിരുന്നു അവരുടേത്. മുത്തശ്ശിയും അച്ഛനും രാജ്യത്തിനു വേണ്ടി ബലിദാനികളായി. അതിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ സ്വന്തം വീടിന് പുറത്തിറങ്ങാനോ കൂട്ടുകാരോടൊത്ത് കളിക്കാനോ ഏതെങ്കിലും സ്കൂളിൽ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാനോ അവരോട് കൂട്ടുകൂടി പഠിക്കാനോ കളിക്കാനോ അങ്ങനെ കളിയും ചിരിയും ഒന്നുമില്ലാതെ ഇരുന്നൊരു ബാല്യമായിരുന്നു അവരുടേത്. രാഹുൽ ഗാന്ധിയുടേതും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടേതും. അവര് പരസ്പരം ഊന്നുവടികളെ പോലെയാണ് ജീവിച്ചത്. ഒരു മുറിക്കുള്ളിൽ ഓരോരുത്തർക്കും പ്രത്യേക ക്ലാസ്സുകൾ, ട്യൂഷൻ ക്ലാസ്സുകൾ, അങ്ങനെയാണ് അവർ പഠിച്ചു വന്നത്. അല്ലാതെ ഈ പറയുന്ന ഇതിനെ ആക്ഷേപിക്കുന്ന നേതാക്കളുടെ മക്കളോ അല്ലെങ്കിൽ അവരോ ഒക്കെ സ്കൂളിൽ പോയി പഠിച്ച പോലെ സ്വതന്ത്രമായിട്ട് പഠിക്കാൻ അവർക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല. പറഞ്ഞല്ലോ, പരസ്പരം ഊന്നുവടികളായിരുന്നു. അങ്ങനെ വളർന്നു വന്നവരാണ്. അത്തരത്തിലുള്ള ഒരു സഹോദരനും സഹോദരിയുമാണ്. അവരെ കുറിച്ചാണ് ഈ വൃത്തികെട്ട കണ്ണിലൂടെയുള്ള വ്യാഖ്യാനം BJPയുടേതായിട്ട് ഉണ്ടായത്. കഷ്ടം. മിസ്റ്റർ അമിത് മാളവ്യ, ഈ ദൃശ്യങ്ങൾ നിങ്ങൾ നെറ്റിയിലൊട്ടിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ അമ്മയുടെയും സഹോദരിമാരുടെയും ഭാര്യയുടെയും നാട്ടിലെ മറ്റു സ്ത്രീകളുടെയും മുഖത്ത് നോക്കും? ഒരു സഹോദരിയെ പറ്റി നിങ്ങൾ ഭംഗ്യന്തരേണ സൂചിപ്പിച്ച അശ്ലീലം രാഷ്ട്രീയമായ തിമിരം ബാധിക്കാത്ത ഇന്ത്യയിലെ സ്ത്രീകൾക്ക് താങ്കൾ ഈ ചെയ്തതിന്റെ പിന്നിലെ അന്തസ്സാരി ശൂന്യത, അശ്ലീലം, വൃത്തികേട്, നികൃഷ്ടത വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. നിങ്ങളൊക്കെയാണല്ലോ ഈ രാജ്യം ഭരിക്കുന്നത് എന്നതോർത്ത് ലജ്ജിക്കുകയാണ്. ആളുകൾ തരം താഴും, പക്ഷെ ഇത്രയും ആയിപ്പോകരുത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്, മൂന്നാം തവണ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സെറ്റിൽ ചെയ്തു എന്ന് PR വർക്കുകളുടെ പിന്തുണയോടുകൂടി ആവർത്തിച്ച് രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും വിദേശത്ത് പോകുന്നു, ട്രംപിനെ കെട്ടിപ്പിടിക്കുന്നു, പുടിനെ കെട്ടിപ്പിടിക്കുന്നു, അവരെ കെട്ടിപ്പിടിക്കുന്നു, ഇവരെ കെട്ടിപ്പിടിക്കുന്നു. ഉക്രൈനിൽ ഇപ്പൊ ഞാൻ സമാധാനം കൊണ്ടുവരുമെന്ന് പറയുന്നു. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുമെന്ന് പാണന്മാരെ നടക്കുന്നു. ഇതൊക്കെയാണ് സ്ഥിതിയെങ്കിൽ പോലും മോദിക്കും മോദിയുടെ ഭരണകൂടത്തിനും ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ ഭയമാണ് എന്നതാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സംസാരിക്കാൻ പോലും, ലോക്സഭയിൽ പ്രസംഗിക്കാൻ പോലും, ഒരു അഭിപ്രായം പറയാൻ പോലും നിങ്ങൾ അനുവദിക്കാത്തത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ മനോവീര്യം ഇതുവഴി കെടുത്താം എന്നായിരിക്കാം കരുതുന്നത്. പക്ഷെ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ എഴുതി കൊടുത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഒളിച്ചോടിയ ആളുകളുടെ പിന്മുറക്കാരനല്ല രാഹുൽ ഗാന്ധി.